കിബാറുകളിൽ തന്നെ പെട്ട ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ്. അദ്ദേഹം ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നുള്ളതും അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. കാരണം ഈ വിഷയത്തിൽ ചില അവ്യക്തതകളും ചില തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് കിബാറുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്നത് മനസ്സിലാക്കുകയും ആ നിലപാട് അറിയുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഈ ദാഇശ് പോലെയുള്ള പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് അവർ മിൻ ഹിസ്ബി ഷൈത്താൻ, ഷൈത്താനിന്റെ ഹിസ്ബിൽപ്പെട്ടവരാണ് അവർ എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പോ അത് നേരിട്ട് അദ്ദേഹത്തിന്റെ ആ ശബ്ദം നിങ്ങളൊന്ന് കേൾക്കുക, നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകട്ടെ. ജമാഅത്ത് ദാഇശ് വഗൈറുഹും കുൽ മൻ ضل عن الصراط المستقيم فإنهم من حزب الشيطان إما من الخوارج وإما من غيرهم من دعاة الضلال ولا يقاومون إلا بالعلم النافع. هؤلاء من الذين قال الله فيهم جاهد الكفار والمنافقين. هؤلاء يكونون في صف المنافقين لأنهم يدعون الإسلام ويعملون ببعض الشعائر الدينية ولكنهم دعاة ضلال ولا يقاومون إلا بالعلم النافع والرد على شبهاتهم وأباطيلهم. ولا تكونون جميعا إلا تحت راية ولي أمر المسلمين، اعتصموا بحبل الله جميعا ولا تفرقوا إلى جماعات، كل جماعة تدعي أنها هي أهل الإسلام وأن أميرها هو أمير الذي تجب طاعته. هذه والعياذ بالله مخازي. ഇത് ഷെയ്ഖ് അല്ലാമത്തു സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഈ ദാഇശിനെ കുറിച്ച് പേരെടുത്ത് പറഞ്ഞതാണ്. അതിൽ പറഞ്ഞത് ജമാഅത്തു ദാഇശ് വഗൈറുഹും കുല്ലു മൻ ളല്ല അനി സിറാത്തിൽ മുസ്തഖീം ഫഅന്നഹും മിൻ ഹിസ്ബി ഷൈത്താൻ. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ദാഇശ് ആകട്ടെ, അതേപോലെ തന്നെ ഇതേപോലുള്ള സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിയിട്ടുള്ള സംഘങ്ങളാകട്ടെ, അവരെല്ലാവരും തന്നെ മിൻ ഹിസ്ബി ഷൈത്താൻ, ഷൈത്താന്റെ പാർട്ടികളിൽപ്പെട്ടവരാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇമ്മാ മിനൽ ഖവാരിജി വ ഇമ്മാ മിൻ ഗൈരിഹിം മിൻ ദുആത്തിൽ ളലാൽ, ഒന്നെങ്കിൽ അവർ ഖവാരിജികളിൽപ്പെട്ടവരാണ്. അപ്പൊ ദാഇശ് അവർക്ക് ഖവാരിജിയത്തുണ്ട് എന്ന് പറയുന്നത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അത് പറഞ്ഞു, ഇമ്മാ മിനൽ ഖവാരിജി, ഒന്നെങ്കിൽ അവർ ഖവാരിജികളിൽപ്പെട്ട ഷൈത്താന്റെ പാർട്ടിയാണ്, വ ഇമ്മാ മിൻ ഗൈരിഹിം മിൻ ദുആത്തിൽ ളലാൽ, അതല്ലെങ്കിൽ ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരിൽപ്പെട്ടവരാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശരിയായ ഇൽമു കൊണ്ടല്ലാതെ അവർ നേരെയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞതാണ് അവർക്ക് യോജിച്ചിട്ടുള്ളത്, ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീൻ. ഇത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. ഈ ആയത്താണ് ഷെയ്ഖ് ഫൗസാൻ എടുത്തുദ്ധരിക്കുന്നത്. കാഫിറുകളോടും മുനാഫിക്കുകളോടും നീ യുദ്ധം ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹൗലാ യകൂനൂന ഫീ സഫിൽ മുനാഫിഖീൻ, ഇവർ ഈ ദാഇശ് ഇങ്ങനെയുള്ളവർ അവർ മുനാഫിഖീങ്ങളുടെ സഫിലാണ്. കാരണം ലിഅന്നഹും യദ്ദഊനൽ ഇസ്ലാമ, അവർ ഇസ്ലാം വാദിച്ചുകൊണ്ടിരിക്കുന്നു. വയഅമലൂന ബിബഅദി ശആയിരിദ് ദീനിയ, അതേപോലെ തന്നെ മതത്തിന്റെ ചില ചിഹ്നങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വലാകിന്നഹും ദുആത്തു ളലാൽ, എന്നാൽ അവർ ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. വലാ യുഖാവമൂന ഇല്ലാ ബിൽ ഇൽമി നാഫി വറദ്ദി അലാ ശുബ്ഹാതിഹിം വഅബാതിലിഹിം ولا تكونون جميعا إلا تحت راية ولي الأمر المسلمين واعتصموا بحبل الله جميعا ولا تفرقوا إلى جماعة. എന്നിട്ട് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നത്, ശരിയായ ഇൽമു കൊണ്ടല്ലാതെ ഇവർ ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ശുബ്ഹാത്തുകൾക്കെതിരെ, അവരുടെ അബാതീലുകൾക്കെതിരെ റദ്ദ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ ഹബിലിൽ, ഒരു വലിയ അംറിന്റെ കീഴിൽ അള്ളാഹുവിന്റെ ഹബിലിൽ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ ഇലാ ജമാഅത്തിൻ, നമ്മൾ ജമാഅത്തുകളായിട്ട് ഭിന്നിക്കരുത്. എന്നാൽ കുല്ലു ജമാഅത്തിൻ തദ്ദഈ അന്നഹാ ഹി അഹ്ലുൽ ഇസ്ലാം, എല്ലാ സംഘങ്ങളും ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നു അവരൊക്കെ ഇസ്ലാമിന്റെ ആളുകളാണ്.
വഅന്ന അമീറഹ ഹുവൽ അമീറുൽ ലദി യജിബു തഅതുഹു, അവരുടെ അമീറിനെയാണ് അനുസരിക്കൽ നിർബന്ധമായിട്ടുള്ളത് എന്ന് ഇവിടെയുള്ള എല്ലാ സംഘങ്ങളും വാദിച്ചുകൊണ്ടിരിക്കുന്നു. വൽ ഇയാദു ബില്ലാ മഖാസി, അല്ലാഹുവിൽ അഭയം തേടുന്നു. ഇത് അപമാനകരമായൊരു കാര്യം എന്നല്ലാതെ എന്ത് പറയാൻ എന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസാനിൻ ഹഫിളഹുല്ലയുടെ ഈ കേട്ട ശബ്ദത്തിൽ അദ്ദേഹം പറയുന്നത്.